ഹായ് ഫ്രണ്ട്സ്, പാതിരാത്രി ഒരു കല്ലുമ്മക്കായി അപാരത ഉണ്ടെന്ന്. ഇന്ന് നമ്മള് ഫ്രണ്ട്സ് എല്ലാരും ഇല്ല, കുറച്ചു പേര് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാരും ബിസിയാണ്. നമ്മള് രാത്രി ഇപ്പൊ 11 മണിയായിട്ടോ. നമ്മള് കല്ലുമ്മക്കായി കഴിക്കാൻ വേണ്ടി പോവാണ്. എവിടെയാണെന്ന് കാണണ്ടേ? അത് നമ്മൾ അവിടെ ചെന്നിട്ട് നിങ്ങളെ കാണിക്കാട്ടോ. നമ്മൾ 3 പേരും വെയിറ്റ് ചെയ്തിരുന്നത് റംസിനെ കാത്തിട്ടാണ് കേട്ടോ. റംസിക്ക് 11 മണിയൊരു ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് റംസിൻ്റെ ഫ്ലാറ്റിലേക്കാണ് നമ്മൾ പോയത്. അപ്പോൾ ഇന്നലെ ആണെങ്കിൽ റംസിൻ്റെ ഉമ്മ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കല്ലുമ്മക്കായി തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രാത്രി 11 മണിക്ക് അങ്ങോട്ടേക്ക് പോയതാണ്. ഫ്ലാറ്റിൽ കയറിയപാട് കണ്ടത് ഈ ഒരു മിഠായിയാണ് കേട്ടോ. നമ്മൾ വിചാരിച്ച് പുളിമുട്ടായി എന്ന് പറഞ്ഞിട്ട് വേനും പോയിട്ട് എടുത്ത് കഴിച്ചതാണ് കേട്ടോ. പക്ഷെ സംഭവം പുളിമുട്ടായി അല്ലായിരുന്നു, കുറച്ചൊരു ഹാർഡായിട്ടുള്ളൊരു ടൈപ്പ് മിഠായിയാണ് കേട്ടോ. അതിൻ്റെ പേര് എനിക്കറിയില്ല. അതിനുശേഷം നമ്മൾ റംസിൻ്റെ ഉമ്മനെയൊക്കെ കണ്ടായിരുന്നു. പിന്നെ ഉമ്മക്കാണെങ്കിൽ ഇന്നലെ യാത്ര ചെയ്ത് ക്ഷീണമൊക്കെ ഉള്ളതുകൊണ്ട് ഉമ്മനോട് നമ്മൾ റെസ്റ്റ് എടുത്തു എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ നേരെ കിച്ചണിലേക്ക് വിട്ടു കല്ലുമ്മക്കായി പൊരിക്കാൻ. നല്ല ചൂട് കല്ലുമ്മക്കായി ആയതുകൊണ്ട് കടിച്ച പാടന്നെ വായൊക്കെ അങ്ങ് പൊള്ളിയിട്ട് പോയായിരുന്നു. ഷൈനത്താണെങ്കിൽ കല്ലുമ്മക്കായിൻ്റെ റെസിപ്പിയൊക്കെ റംസിനോട് ചോദിച്ച് പഠിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം റംസി അലുവയും ചിപ്സൊക്കെ കൊണ്ട് തന്നായിരുന്നു. പിന്നെ നമ്മുടെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലുമ്മക്കായ ആയതുകൊണ്ട് കല്ലുമ്മക്കായാണ് കേട്ടോ നമ്മൾ കഴിച്ചത്. പിന്നെ അതുകൊണ്ട് നല്ല എരിവുള്ള കൊള്ളിക്കപ്പ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇരുന്ന് കഴിച്ച് കുറച്ച് നേരം സംസാരിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പോകുന്ന സമയത്താണെങ്കിൽ ഷാനത്തിനെ വിളിക്കുമ്പോൾ ഷാനത്തിൻ്റെ വീട്ടിൽ പാർട്ടി ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഷാനത്തിന്ന് വരാഞ്ഞത്. അപ്പോൾ അവന് പോകുമ്പോൾ ഇതിലേ വരണമെന്ന് പറഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് നമ്മൾ പോയത് ഷാനത്തിൻ്റെ ഫ്ലാറ്റിലേക്കാണ് കേട്ടോ. അങ്ങനെ അവിടെ എത്തിയപ്പോഴേക്കോ ചീസ് കേക്കും ന്യൂഡിൽസും ബീഫ് ബിരിയാണിയൊക്കെ ആയിട്ട് ഷാനത്ത് കഴിക്കുന്നു എനിക്ക് ഭയങ്കര നിർബന്ധം. അങ്ങനെ ചീസ് കേക്ക് അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആണെങ്കിൽ ബീഫ് ബിരിയാണി എനിക്കൊരു സൗസിന് വായിൽ വെച്ച് തന്നതാണ് കേട്ടോ. പിന്നെ അപ്പം കഴിക്കാനായിട്ട് വയറ് ഫുള്ളായതുകൊണ്ട് പിന്നെ ഷാനത്താണെങ്കിൽ എനിക്ക് പാർസലാക്കി തരുകയും ചെയ്തു ബീഫ് ബിരിയാണിയും ന്യൂഡിൽസെല്ലാം. ഇങ്ങനെ സ്നേഹത്തോടെ ഫുഡൊക്കെ തരുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഡയറ്റൊക്കെ ഓർമ്മ ഉണ്ടാവില്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ സൈനിങ് ബൈ ഇൻഷ്യൂസ് ഗാലറി.